സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സർവേന്റെ ഒരു പോർഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പോർഷൻ എടുത്തിട്ടുള്ളത് ചെയിൻ സർവേയിങ് ആണ്. അപ്പം എല്ലാവരും സർവേ പോർഷൻസ് നമ്മളൊരു ടൈം ടേബിൾ വെച്ച് എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലുള്ള ചെയിൻ സർവേയിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ചെയിൻ സർവേയിങ് ഈസ്. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പറയാം, ഓപ്ഷൻ പറയാം, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പം ഫസ്റ്റ് തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ചെയിൻ സർവേയിങ് എന്താണ്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഹോൾ ടു പാർട്ട്, ഓപ്ഷൻ ബി പാർട്ട് ടു ഹോൾ, ഓപ്ഷൻ സി ട്രയാങ്കുലേഷൻ, ഓപ്ഷൻ ഡി ട്രാവേഴ്സിങ്. അല്ലേ, ഏതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ചെയിൻ സർവേയിങ് വരുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് ചെയിൻ സർവേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കുലേഷൻ ആണ് അല്ലേ. അപ്പം ഇവിടെ ഏതാണ് ഓപ്ഷൻസ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ട്രയാങ്കുലേഷൻ ആണ് കറക്റ്റ് ആൻസർ പറയുന്നത്. പിന്നെ വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് ഏതിൻ്റെതായിരുന്നു വരുന്നത്? സർവേൻ്റെതാണ് അല്ലേ. സർവേൻ്റെതാണ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് വരുന്നത്. നോക്കി വെക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എ ട്രയാങ്കിൾസ് ഈസ് സെറ്റ് ടു ബി വെൽ കണ്ടീഷൻഡ് ഇഫ് നൺ ഓഫ് ദ ആംഗിൾസ് ഈസ് ലെസ് ദാൻ. അല്ലേ, അപ്പോൾ നമ്മളൊരു ട്രയാങ്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ട്രയാങ്കിൾ ഒരു വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ എത്രയിൽ കുറയാൻ പാടില്ല, എത്രയിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 120 ഡിഗ്രി, ഓപ്ഷൻ ബി 30 ഡിഗ്രി, ഓപ്ഷൻ സി 45 ഡിഗ്രി, ഓപ്ഷൻ ഡി 90 ഡിഗ്രി. അല്ലേ, ആൻസർ വരുന്നത് എന്താണ്? വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ നോ ആംഗിൾ പറയുന്നത് നോട്ട് ലെസ് ദാൻ എന്നാണല്ലേ പറയുന്നത്. അപ്പം വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആണെങ്കിൽ നോട്ട് ലെസ് ദാൻ 30 ഡിഗ്രിയും അതുപോലെ തന്നെ നോട്ട് ഗ്രേറ്റർ ദാൻ 120 ഡിഗ്രി ആണല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോക്കി വെക്കുക. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? ഫോർ എ 100 ലിങ്ക്സ് ചെയിൻ ദ എമൗണ്ട് ഡാഷ് ഈസ് കോൾഡ് ആസ് ദ ഹൈപ്പോട്ടനസ് എലമെന്റ്സ് ഫോർ ദ സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഹാവിംഗ് ഓഫ് സ്ലോപ്പ് തീറ്റ ഡിഗ്രി ആണ് അല്ലേ. തീറ്റ ഡിഗ്രി ആണ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 100 കോസ് തീറ്റ മൈനസ് തീറ്റ ആണ്, 100 കോസ് തീറ്റ മൈനസ് 1. ഓപ്ഷൻ ബി 100 സൈൻ തീറ്റ, ഓപ്ഷൻ സി 100 സീക് തീറ്റ പ്ലസ് 1. പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻ ഡി 100 സീക് തീറ്റ മൈനസ് 1 അല്ലേ. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഹൈപ്പോട്ടനസ് എലവൻസ് അല്ലേ. ഹൈപ്പോട്ടനസ് എലവൻസ് അല്ലെങ്കിൽ എച്ച് എ അല്ലേ. അതിൻ്റെ ആൻസർ വരുന്നത് സി തീറ്റ മൈനസ് 1 ആണ് അല്ലേ. എൽ സി തീറ്റ മൈനസ് 1 ആണ്. അപ്പോൾ നമുക്കിവിടെ എൽ 100 ആണല്ലേ തന്നിട്ടുള്ളത്. അപ്പം 100 സി തീറ്റ മൈനസ് 1 വരും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നോക്കി വെക്കുക. ഹൈപ്പോട്ടനസ് എലവൻസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡയറക്റ്റ് മെത്തേഡും ഡയറക്റ്റ് മെത്തേഡും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അത് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഓരോ കാര്യങ്ങളും മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇല്ലെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ പോയിട്ടൊന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ദ ലെങ്ത് ഓഫ് 1 ലിങ്ക് ഇൻ മെട്രിക് ചെയിൻ അല്ലേ. ലെങ്ത് ഓഫ് 1 ലിങ്ക് ഇൻ മെട്രിക് ചെയിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയിൻ സർവേയിങ്ങിൽ ഒരുപാട് ചെയിനിനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ. അതിൽ മെട്രിക് ചെയിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 10 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 20 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 15 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 30 സെൻറ്റിമീറ്റർ അല്ലേ. ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ദ ലെങ്ത് ഓഫ് 1 ലിങ്ക് ഇൻ മെട്രിക് ചെയിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 ലിങ്ക് അല്ലെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സെൻട്രൽ റിങ്സ് ആണ് അല്ലേ. ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സെൻട്രൽ റിങ്സ് അതിനെയാണ് നമ്മൾ ലിങ്ക് എന്ന് പറയുന്നത്. സെൻട്രൽ റിങ്സ് അല്ലേ. ഓർത്ത് വെക്കുക. ഇതെത്രയാണ് വരുന്നത്? 20 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 20 സെൻറ്റിമീറ്റർ ആണ് വരുന്നത് 1 ലിങ്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 200 മില്ലിമീറ്റർ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ യൂണിറ്റ് ഇവിടെ സെൻറ്റിമീറ്റർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 1 ലിങ്ക് ഇൻ മെട്രിക് ചെയിൻ എന്ന് പറയുമ്പം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 20 സെൻറ്റിമീറ്റർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ദ ചെയിൻ ഈസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ വയേഴ്സ് ഓഫ് ഡാഷ് ഡയമീറ്റർ ആണ് കേട്ടോ. ഇവിടെ ഡാഷ്
ഡയമീറ്റർ ഇൻ ക്വസ്റ്റ്യനിൽ ടൈപ്പിംഗ് എറർ ആണ്. ഡാഷ് ഇവിടെ സ്റ്റീൽ വയർ ഓഫ് ഡാഷ് ഇൻ ഡയമീറ്റർ ആണ് കേട്ടോ. ഡാഷ് ഇൻ ഡയമീറ്റർ ആണ്. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 1 mm, ഓപ്ഷൻ ബി 4 mm, ഓപ്ഷൻ സി 8 mm, ഓപ്ഷൻ ഡി 12 mm. അല്ലേ? ചെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ വയേഴ്സ് ഓഫ് അല്ലേ? ചെയിന് എത്ര mm ഡയലാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? ചെയിന് അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ചെയിൻ അല്ലേ? റെസ്റ്റ് ഓഫ് ചെയിന് നമുക്ക് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ ആണ്. അതിന്റെ ഡയമീറ്റർ വരുന്നത് 4 mm ആണ് അല്ലേ? അപ്പോൾ 5th ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? 4 mm ആണ് ആൻസർ വരുന്നത്. 5th ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? 4 mm ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 6 എത്രയാണ് വരുന്നത്? ദ ചെയിൻമാൻ അറ്റ് ദ ഫോർവേഡ് എൻഡ് ഹു ഡ്രാഗ് ദ ചെയിൻ ഫോർവേഡ് ഈസ് കോൾഡ് അല്ലേ? അപ്പം നിങ്ങൾക്ക് ലീഡർ, ഫോളോവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയിനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ആരാണ് ചെയിന് ഡ്രാഗ് ചെയ്യുന്നത് അല്ലെ? ഫോർവേഡ് എൻഡിൽ ഹു ഡ്രാഗ് ദ ചെയിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ സർവേയർ, ഓപ്ഷൻ ബി ഫോളോവർ, ഓപ്ഷൻ സി ലീഡർ, ഓപ്ഷൻ ഡി ഗാങ് മാൻ അല്ലേ? ഏതാണ് ആൻസർ വരുന്നത്? അപ്പൊ നമുക്ക് ഫോളോവറും ലീഡറും അല്ലെ? ഫോളോവറും ലീഡറും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ഫോളോവർ ആണെങ്കിൽ അല്ലെ, നമുക്ക് ചെയിനിൽ ഫോളോവർ 2 ചെയിൻമാൻമാരാണ് അല്ലേ ഉള്ളത്? ഫോളോവറും അതുപോലെ തന്നെ ലീഡറുമാണുള്ളത്. അപ്പം ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. അപ്പം ഫസ്റ്റ് ഫോളോവർ ആണെങ്കിൽ അല്ലേ, ഫോളോവർ ചെയ്യുന്നത് എന്താണ്? ചെയിൻമാൻ അറ്റ് ദ റിയർ എൻഡ് ആണ് അല്ലേ? ചെയിൻമാൻ അറ്റ് റിയർ എൻഡിലാണ് ഈ ഒരു ഫോളോവർ ഉണ്ടാവുക. അതുപോലെ തന്നെ എവിടെയാണ്? കോണ്ടാക്ട് വിത്ത് പെഗ് അല്ലെ? ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് പെഗ് ഉള്ളതും ഈ ഒരു ചെയിൻമാൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോളോവർ ചെയ്യുന്ന എന്താണ്? ഫോളോസ് ലീഡർ അല്ലേ? ഈ ഒരു ലീഡറിനെ ഫോളോ ചെയ്യുന്നതാണ് ഈ ഒരു ഫോളോവർ എന്ന് പറയുന്നത്. ഫോളോസ് ലീഡർ ആണ്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് വേണ്ടത് ആർക്കാണ്? ഈ ഒരു ഫോളോവർക്ക് തന്നെയാണ് അല്ലേ? എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആയിരിക്കും. എക്സ്പീരിയൻസ് മോർ ഉണ്ടാവുക ഈ ഒരു ഫോളോവർക്കായിരിക്കും. ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ചെയിനിങ്ങിന്റെ അല്ലെങ്കിൽ ആ ഒരു ചെയിൻ സർവേന്റെ ആക്യുറസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഫോളോവറിനെയാണ് അല്ലേ? ആക്യുറസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഫോളോവറിനെയാണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഈ ഒരു ലീഡറിനെ നോക്കാം അല്ലെ? ലീഡർ ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ലീഡർ നമ്മളെവിടെ ചെയ്യുന്നത്? ഹു ഡ്രാഗ് ചെയിൻ ആണ് അല്ലെ? ചെയിന് ഡ്രാഗ് ചെയ്യുന്നത് ഈ ഒരു ലീഡർ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഫോർവേഡ് എൻഡിലാണ് അല്ലെ ഉണ്ടാവുക? ഫോർവേഡ് എൻഡിലാണ് ഈ ഒരു ലീഡർ ഉണ്ടാവുക അല്ലെ? അപ്പൊ നമ്മളടുത്ത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ചെയിൻമാൻ അറ്റ് ദ ഫോർവേഡ് എൻഡ് ആണ് അല്ലെ? നമ്മളപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള ഏതാണ് ഫോർവേഡ് എൻഡിലുള്ളത്? ഫോർവേഡ് എൻഡിലുള്ളത് ലീഡർ ആണ് അല്ലെ? അപ്പം ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ? ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ദ ലെങ്ത് ഓഫ് എഞ്ചിനീയേഴ്സ് ചെയിൻ അല്ലെ? എഞ്ചിനീയേഴ്സ് ചെയിനിന്റെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 10 feet, ഓപ്ഷൻ ബി 1 feet, ഓപ്ഷൻ ബി 100 feet, ഓപ്ഷൻ സി 1 feet, ഓപ്ഷൻ ഡി 30 meter അല്ലെ? ദ ലെങ്ത് ഓഫ് എഞ്ചിനീയേഴ്സ് ചെയിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ അറിയോ എന്നുള്ളത് നോക്കുക. അപ്പൊ നമുക്ക് ചെയിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് വരുന്നതായിരിക്കില്ല നന്നാവുക. അറിയുന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറിയാത്തവരാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ നമുക്ക് ചെയിൻ അല്ലേ? ചെയിനിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പാണ് ചെയിന് വരുന്നത്? ഫസ്റ്റ് വൺ ആണ് എഞ്ചിനീയേഴ്സ് ചെയിൻ അല്ലേ? ഫസ്റ്റ് നമുക്ക് എഞ്ചിനീയേഴ്സ് ചെയിൻ നോക്കാം. എഞ്ചിനീയേഴ്സ് ചെയിൻ അല്ലേ? എഞ്ചിനീയേഴ്സ് ചെയിനിൽ ഇതിന്റെ ലെങ്ത് എത്രയാണ് വരുന്നത്? എഞ്ചിനീയേഴ്സ് ചെയിനിന്റെ ലെങ്ത് വരുന്നത് 100 feet ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്പർ ഓഫ് ലിങ്ക്സ് അല്ലെ? നമ്പർ ഓഫ് ലിങ്ക്സ്
വരുന്നത് 100 നമ്പേഴ്സ് ആണ് അല്ലെ. 100 നമ്പേഴ്സ് ലിങ്ക്സ് വരുന്ന സമയത്ത് ലെങ്ത് ഓഫ് 1 ലിങ്ക് എത്രയായിരിക്കും? ലെങ്ത് ഓഫ് 1 ലിങ്ക് എത്രയായിരിക്കും വരുന്നത്? 1 ഫീറ്റ് ആണ് അല്ലെ. അത് ഓർത്ത് വെക്കാം. പിന്നെ നമുക്ക് ചെയിനിൽ വരുന്ന വേറൊരു ചെയിൻ ആണ് അല്ലെ, ഗണ്ടേഴ്സ് ചെയിന്. ഗണ്ടേഴ്സ് ചെയിനിന്റെ ലെങ്ത് എത്രയാണ് വരുന്നത്? ഗണ്ടേഴ്സ് ചെയിനിന്റെ ലെങ്ത് വരുന്നത് 66 ഫീറ്റ് ആണ് അല്ലേ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ലിങ്ക്സ് 100 നമ്പേഴ്സ് ആണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഈ ഒരു ഗണ്ടേഴ്സ് ചെയിൻ തന്നെയാണ് അല്ലേ നമ്മൾ സർവേയേഴ്സ് ചെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. അപ്പൊ അതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് തേർഡ് വണ്ണ് നോക്കേണ്ടത് ഏതാണ്? തേർഡ് വണ്ണ് റവന്യൂ ചെയിൻ അല്ലെ. റവന്യൂ ചെയിൻ ആണ് പറയുന്നത്. റവന്യൂ ചെയിന്റെ ലെങ്ത് വരുന്നത് എത്രയാണ്? 33 ഫീറ്റ് ആണ് അല്ലെ. അതുപോലെ ഇതിന്റെ ലിങ്ക്സ് നോക്കുക. ലിങ്ക് വരുന്നത് 60 നമ്പേഴ്സ് ആണ്. ഈ ഒരു റവന്യൂ ചെയിൻ നോക്കി വെക്കുക. നമ്മൾ കഡസ്ട്രിയൽ സർവേ അതുപോലെ തന്നെ പബ്ലിക് ലാൻഡ് സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പോയിന്റിൽ ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഫോർത്ത് ചെയിൻ അല്ലെ. ഫോർത്ത് ചെയിൻ ഏതാണ്? മെട്രിക് ചെയിൻ ആണല്ലേ വരുന്നത്. മെട്രിക് ചെയിൻ ആണ് വരുന്നത്. മെട്രിക് ചെയിന് ഡിഫോൾട്ട് ചെയിനായിട്ട് നമ്മൾ 30 മീറ്റർ ആണല്ലേ മെട്രിക് ചെയിനിന് എടുക്കുന്നത്. നമ്മുടെ അടുത്തപ്പം ക്വസ്റ്റ്യൻസിൽ ചെയിൻ ഏതാണെന്ന് കറക്റ്റ് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ മെട്രിക് ചെയിനിൽ 30 മീറ്റർ ആണ് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു 30 മീറ്റർ ചെയിനിന്റെ ലിങ്ക്സ് ആണല്ലേ നമ്മൾ കൊടുക്കുക. 30 മീറ്റർ ചെയിനിന് എത്രയാണ് ലിങ്ക് വരുന്നത്? 150 നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഓരോ മെട്രിക് ചെയിൻ നോക്കുകയാണെങ്കിൽ 5 മീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ 10 മീറ്റർ ഉണ്ട്, 20 മീറ്റർ ഉണ്ട്, 30 മീറ്റർ ഉണ്ട് അല്ലേ. അപ്പം അതിന്റെ ലിങ്ക്സ് വരികയാണെങ്കിൽ 5 മീറ്ററിൻ്റെത് 25 നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ 10 മീറ്ററിൻ്റെത് 50 നമ്പേഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ 20 മീറ്ററിൻ്റെത് 100 നമ്പേഴ്സ് ആണ്. 30 മീറ്ററിൻ്റെത് 150 നമ്പേഴ്സ് ആണ്. 150 നമ്പേഴ്സ് ആണ്. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു? ക്വസ്റ്റ്യനിൽ നമുക്ക് ഒന്നുകൂടെ വന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ ലെങ്ത് ഓഫ് എഞ്ചിനീയേഴ്സ് ചെയിൻ ആണ് അല്ലെ. എഞ്ചിനീയേഴ്സ് ചെയിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എഞ്ചിനീയേഴ്സ് ചെയിൻ്റെ നമ്മൾ എത്രയായിരുന്നു ലെങ്ത് പറഞ്ഞിട്ടുള്ളത്? എഞ്ചിനീയേഴ്സ് ചെയിൻ്റെ ലെങ്ത് പറഞ്ഞിട്ടുള്ളത് 100 ഫീറ്റ് ആണ് അല്ലെ. ഇവിടെ ഏതാണ് ആൻസർ വരിക? ആൻസർ വരിക ക്വസ്റ്റ്യൻ നമ്പർ 7. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 100 ഫീറ്റ് ആണ് ആൻസർ വരിക. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ദ ചെയിൻ വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ഇൻ മൈൽസ് ആൻഡ് ഫർലോങ്സ് അല്ലെ. മൈൽസും ഫർലോങ്സും ഒക്കെ മെഷർമെന്റ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ ഏത് ചെയിനാണ് യൂസ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ റവന്യൂ ചെയിൻ, ഓപ്ഷൻ ബി എഞ്ചിനീയേഴ്സ് ചെയിൻ, ഓപ്ഷൻ സി ഗണ്ടേഴ്സ് ചെയിൻ, ഓപ്ഷൻ ഡി മെട്രിക് ചെയിൻ അല്ലെ. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് അറിയോ നോക്കുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഗണ്ടേഴ്സ് ചെയിൻ ആണ് കേട്ടോ. അറിയാത്തവരാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. എറർ ഡ്യൂ ടു സാഗ് ഇൻ ചെയിൻ സർവേ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. ഓപ്ഷൻ എ പോസിറ്റീവ് എറർ, ഓപ്ഷൻ ബി നെഗറ്റീവ് എറർ, ഓപ്ഷൻ സി നോ എറർ, ഓപ്ഷൻ ഡി ഇൻസ്ട്രുമെന്റൽ എറർ അല്ലേ. എറർ ഡ്യൂ ടു സാഗ് ഇൻ ചെയിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എറർ ഡ്യൂ ടു സാഗ് ഇൻ ചെയിൻ ഏതാണ് വരുന്നത്? എറർ ഡ്യൂ ടു സാഗ് ഇൻ ചെയിൻ ഓൾവേസ് പോസിറ്റീവ് ആണല്ലേ ഉണ്ടാവുക. ഓൾവേസ് പോസിറ്റീവ് ആണ് ഉണ്ടാവുക. അപ്പം ഇവിടെ ഏതാണ് വരുന്നത്? ആൻസർ വരും ഓപ്ഷൻ എ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പം എറർ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പൊ അതും കൂടെ ഓർത്ത് വെക്കുക. എറർ പോസിറ്റീവ് ആണെങ്കിൽ കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കറക്ഷൻ ഓൾവേസ് നെഗറ്റീവ് ആവുന്ന വേറെ ഏതൊക്കെയാണുള്ളത്? നമ്മളിപ്പോൾ പറഞ്ഞത് സാഗ് ആണ് അല്ലേ. സാഗ് കൂടാണ്ട് തന്നെ നെഗറ്റീവ് ആവുന്നത് കറക്ഷൻ നെഗറ്റീവ് ആവുന്നത് ഏതൊക്കെയാണ്? ബാഡ് റേഞ്ചിങ് വരുന്നുണ്ട്. ബാഡ് റേഞ്ചിങ്ങിൽ കറക്ഷൻ നെഗറ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ സ്ലോപ്പ് അല്ലെ. സ്ലോപ്പ് പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സാഗ് ഓർത്ത് വെക്കുക. കറക്ഷൻ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ എററൊക്കെ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അപ്പം ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 9 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം അല്ലെ. 1 മൈൽ ഈക്വൽസ് ടു എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ 1 ഗണ്ടേഴ്സ് ചെയിൻ ആണ്. 1 ഗണ്ടേഴ്സ് ചെയിൻ ആണ്. പിന്നെ ഓപ്ഷൻ ബി 10 സ്ക്വയർ ചെയിൻ, ഓപ്ഷൻ സി 80 ഗണ്ടേഴ്സ് ചെയിൻ, ഓപ്ഷൻ ഡി 1 ആർ അല്ലേ.
അപ്പം 1 മൈൽ ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെറുതായിട്ടൊരു കൺവേർഷൻ എന്നുള്ള രീതിയിൽ നോക്കാനുണ്ട് അല്ലേ. അപ്പം 1 മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ഇവിടെ എത്ര ഗണ്ടേഴ്സ് ചെയിനിൽ നിന്നാണല്ലേ നമ്മൾ പറയേണ്ടത്. അപ്പം 1 മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം ഉണ്ടാവും, 1609 അല്ലേ, 1609 മീറ്റർ ആണ് അല്ലേ 1 മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം 1 മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈൽ ഈസ് ഈക്വൽ ടു 1609 മീറ്റർ ആണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ. അപ്പം 1 മൈൽ നമുക്കറിയാം. അതുപോലെ തന്നെ 1 ഗണ്ടേഴ്സ് ചെയിൻ അല്ലേ, 1 ഗണ്ടേഴ്സ് ചെയിൻ നമ്മളിപ്പോൾ പറഞ്ഞു 66 ഫീറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ 66 ഫീറ്റും ഇതിനെ മീറ്ററിൽ പറയുന്ന സമയത്ത് 20.12 മീറ്ററും വരും. 1 ഗണ്ടേഴ്സ് ചെയിൻ എന്നുള്ളത് 20.12 മീറ്ററും കൂടെയാണ്. അപ്പം നമുക്ക് ഇപ്പം എങ്ങനെയാണ് കൺവേർഷൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഇവിടെ 1 മൈലിനെ അല്ലെങ്കിൽ 1 മൈലിന് ഗണ്ടേഴ്സ് ചെയിനിൽ എത്രയാണെന്നാണല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം 1 മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു 1609 മീറ്റർ ആണ്. 1 ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞാൽ 20.12 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഗണ്ടേഴ്സ് ചെയിനിലേക്ക് കാണണമെങ്കിൽ 1609 ഡിവൈഡഡ് ബൈ 20.12 ചെയ്താൽ മതി അല്ലേ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 79.97 സംതിങ് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ റൗണ്ട് ഓഫ് ആക്കിയിട്ട് ഇതേ ആൻസർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് തന്നെ എഴുതാം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് 80 എന്നുള്ളത് 79.9 ആണല്ലോ, 80 തന്നെയാണല്ലോ വരുന്നത്. അപ്പം 80 ആണ് ആൻസർ വരുന്നത്. അപ്പം 80 ഗണ്ടേഴ്സ് ചെയിൻ ആണ് അല്ലേ. അപ്പം 1 മൈൽ ഈസ് ഈക്വൽ ടു 80 ഗണ്ടേഴ്സ് ചെയിൻ ആണ് വരുന്നത്. 1 മൈൽ ഈസ് ഈക്വൽ ടു 80 ഗണ്ടേഴ്സ് ചെയിൻ ആണ്. ഇതിങ്ങനെ കാൽക്കുലേഷൻ ഒന്നും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞതാണ്. നിങ്ങളിത് ഇതേപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി അല്ലേ. നമ്മളിപ്പം ഇപ്പം ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 ഫീറ്റ് ആണ്, 20.12 മീറ്റർ ആണെന്ന് നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി ഈ കാര്യം. 1 മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ഗണ്ടേഴ്സ് ചെയിൻ ആണ് അല്ലേ. അപ്പം അങ്ങനെ തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും നന്നാവുക. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താണ്? ഇൻ പ്രിസം സ്ക്വയർ ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റിംഗ് ഫേസസ് അല്ലേ. ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റിംഗ് ഫേസസ് ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ 45 ഡിഗ്രി, ഓപ്ഷൻ ബി 180 ഡിഗ്രി, ഓപ്ഷൻ സി 60 ഡിഗ്രി, ഓപ്ഷൻ ഡി 90 ഡിഗ്രി അല്ലേ. പ്രിസം സ്ക്വയർ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റിംഗ് ഫേസസ് വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ, 45 ഡിഗ്രി ആണ്. നോക്കി വെക്കുക. അപ്പം നമ്മൾ പ്രിസം സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, പ്രിസം സ്ക്വയർ നമ്മളെ സെയിം പ്രിൻസിപ്പിൾസ് ഓഫ് ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ് അല്ലേ. അപ്പം അതും കൂടെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താണ് വരുന്നത്? ദ ക്യുമുലേറ്റീവ് എറർ ദാറ്റ് ഒക്കേഴ്സ് ഫോർ എ ലെങ്ത് ഓഫ് എ ലൈൻ എൽ ആർ പ്രൊപ്പോർഷണൽ ടു അല്ലെ. ക്യുമുലേറ്റീവ് എറർ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യുമുലേറ്റീവ് എറർ വരുന്ന സമയത്ത് എങ്ങനെയാണ് ആൻസർ ചെയ്യാം? ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓപ്ഷൻ എ എന്താണ്? ഓപ്ഷൻ എ വരുന്നത് റൂട്ട് എൽ ആണ്. സോറി, ഓപ്ഷൻ എ റൂട്ട് എൽ ആണ് വരുന്നത്, റൂട്ട് എൽ. ഓപ്ഷൻ ബി എൽ ആണ് വരുന്നത്. ഓപ്ഷൻ സി 1/L അല്ലേ. ഓപ്ഷൻ ഡി എന്താണ്? ഓപ്ഷൻ ഡി വരുന്നത് 1/L അല്ലേ. അത് ഒന്ന് നമുക്ക് 1/√L എന്നാക്കാം. അപ്പം ഇങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളതെങ്കിൽ നമുക്ക് ഏതാണ് ആൻസർ വരിക? ക്യുമുലേറ്റീവ് എറർ അല്ലേ. ഓപ്ഷൻ അറിയുന്നവർക്ക് ഇപ്പം ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ക്യുമുലേറ്റീവ് എറർ ആണെങ്കിൽ ആൻസർ എങ്ങനെയാണ് വരുന്നത്? ക്യുമുലേറ്റീവ് എറർ ആണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതെങ്കിൽ ക്യുമുലേറ്റീവ് എറർ ചോദിക്കുകയാണെങ്കിൽ ലെങ്ത് അല്ലേ എൽ തന്നെയാണ് വരിക ക്യുമുലേറ്റീവ് ആയിട്ട്. കോമ്പൻസേറ്റിംഗ് ആണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളതെങ്കിലോ? കോമ്പൻസേറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ആൻസർ വരുന്നത് റൂട്ട് എൽ ആയിരിക്കും അല്ലേ. അത് മനസ്സിലാക്കി വെക്കുക. ക്യുമുലേറ്റീവ് ആണെങ്കിൽ എൽ തന്നെയായിരിക്കും ആൻസർ വരിക. കോമ്പൻസേറ്റിംഗ് ആണെങ്കിലാണ് റൂട്ട് എൽ വരിക. അപ്പോൾ നമ്മളുടെ അടുത്ത് ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 12 ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 12 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എൽ ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കാം. ദ എറർ ഇൻ മെഷർഡ് ലെങ്ത് ഡ്യൂ ടു ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ അല്ലേ. ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ ഏത് ടൈപ്പ് ഓഫ് എററിലാണ് വന്നിട്ടുള്ളതെന്നാണല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഓരോന്ന് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ കോമ്പൻസേറ്റിംഗ് എറർ, ഓപ്ഷൻ ബി ക്യുമുലേറ്റീവ് എറർ, ഓപ്ഷൻ സി ഇൻസ്ട്രുമെന്റൽ എറർ, ഓപ്ഷൻ ഡി നെഗറ്റീവ് എറർ അല്ലേ.
അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും അല്ലേ? ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ വരുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് എറർ ആയിട്ടാണ് അത് വരിക? നമ്മളിപ്പം ഹോൾഡിംഗ് കറക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മളിപ്പം എറർ പറഞ്ഞതിൽ ക്യുമുലേറ്റീവ് എററും കോമ്പൻസേറ്റിംഗ് എററും പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളത് ഓപ്ഷൻസിലുള്ളത് കോമ്പൻസേറ്റിംഗ് എററും ഓപ്ഷൻ ബി ക്യുമുലേറ്റീവ് എറർ, ഓപ്ഷൻ സി ഇൻസ്ട്രുമെന്റൽ എറർ, ഓപ്ഷൻ ഡി നെഗറ്റീവ് എറർ ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്യുമുലേറ്റീവ് എററും കോമ്പൻസേറ്റിംഗ് എററും, ക്യുമുലേറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എറർ ക്യുമുലേറ്റീവ് ആയിട്ട് വരുന്നതാണ് അല്ലേ? കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എറർ നമ്മൾ മെഷർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എറർ ഉണ്ടെങ്കിലും പക്ഷെ അത് ലാസ്റ്റ് അതിന്റെ റിസൾട്ട് കിട്ടുന്ന സമയത്ത് അത് കോമ്പൻസേറ്റ് ആയിട്ടുണ്ടാവും അല്ലെ? അപ്പം അങ്ങനത്തെ എററിനാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആക്സിഡന്റൽ എറർ, റാൻഡം എറർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ പറയും അല്ലേ? അപ്പം ഈ ഒരു ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് എറർ ഡ്യൂ ടു ഇൻകറക്റ്റ് ഹോൾഡിംഗ് ആണ് അല്ലേ? ഇൻകറക്റ്റ് ഹോൾഡിംഗ് വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ഗ്രാജുവേഷൻസ് ഇൻ ടാപ്പ് മെ നോട്ട് ബി യൂണിഫോം ഒക്കെ വരികയാണെങ്കിൽ, അപ്പം ഇതൊക്കെ നമുക്ക് കോമ്പൻസേറ്റിംഗ് എററിലാണ് അല്ലേ വരിക? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കോമ്പൻസേറ്റിംഗ് എറർ ആണ് വരുന്നത്. പിന്നെ നമുക്ക് ക്യുമുലേറ്റീവ് എറർ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എറർ എന്നൊക്കെ പറയും അല്ലേ? അപ്പം ഇതിൽ വരുന്നത് ഏതാണ്? എറർ ഡ്യൂ ടു ബാഡ് റേഞ്ചിങ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ കുറച്ചെന്നെ പറഞ്ഞു അല്ലേ, ഓൾവേസ് പോസിറ്റീവ് ആണ് എന്നൊക്കെ പറയുന്നത്. അപ്പം എറർ ഡ്യൂ ടു ബാഡ് റേഞ്ചിങ്, അതുപോലെ തന്നെ എറർ ഡ്യൂ ടു സ്ലോപ്പ്, എറർ ഡ്യൂ ടു സാഗ്, അതൊക്കെ വരുന്നത് ക്യുമുലേറ്റീവ് എററിലാണ്. അപ്പം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എറർ ഡ്യൂ ടു ടെമ്പറേച്ചർ അല്ലേ? എറർ ഡ്യൂ ടു ടെമ്പറേച്ചർ ആണെങ്കിൽ ഈ ഒരു എറർ വരുന്നത് ക്യുമുലേറ്റീവ് എററിലാണ്. അതുപോലെ തന്നെ എറർ ഡ്യൂ ടു വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ, ഇപ്പം എറർ ഡ്യൂ ടു വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ ആണ്. വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇതിന് വരുന്നത് കോമ്പൻസേറ്റിംഗ് എററിലായിരിക്കും കേട്ടോ. അപ്പം വേരിയേഷൻ ഉണ്ടല്ലോ, അപ്പം ലാസ്റ്റ് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കോമ്പൻസേറ്റ് ആയിപ്പോവും. എറർ ഡ്യൂ ടു ടെമ്പറേച്ചർ ആണെങ്കിൽ അത് ക്യുമുലേറ്റീവ് ആയിട്ട് വരികയാണ് അല്ലേ ചെയ്യുക. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ്, കോമ്പൻസേറ്റിംഗ് എറർ ആണ്, എറർ ഡ്യൂ ടു ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. ഹാൻഡിൽസ് ഓഫ് ചെയിൻസ് ആർ മേഡ് അപ്പ് ഓഫ് അല്ലേ? അപ്പം ഹാൻഡിൽസ് ഓഫ് ചെയിൻ അല്ലേ? ഹാൻഡിൽസ് ഓഫ് ചെയിൻ എന്ത് വെച്ചിട്ടാണ് മേഡ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ മൈൽഡ് സ്റ്റീൽ, ഓപ്ഷൻ ബി ഗാൽവനൈസ്ഡ് അയൺ, ഓപ്ഷൻ സി ബ്രാസ്, ഓപ്ഷൻ ഡി കോപ്പർ അല്ലേ? ഹാൻഡിൽസ് എന്ത് വെച്ചിട്ടാണ് മേഡ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരിക ഓപ്ഷൻ സി ബ്രാസ് ആണ് അല്ലേ? ബ്രാസ് വെച്ചിട്ടാണ് അല്ലേ ഹാൻഡിൽ മേഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 14 ആൻസർ സി ആണ് വരുന്നത്. അതുപോലെ തന്നെ ഹാൻഡിൽ ആണ് ബ്രാസ് വെച്ചിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ദ ചെയിൻ വരുന്നത് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ ആണ് കേട്ടോ. ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ ആണ് റെസ്റ്റ് ഓഫ് ദ ചെയിൻ വരുന്നത്. റെസ്റ്റ് ഓഫ് ദ ചെയിൻ വരിക ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതിന്റെ ഹാൻഡിൽ വരുന്നത് ബ്രാസും ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം അല്ലെ? ക്വസ്റ്റ്യൻ നമ്പർ 15 എന്താണ് വരുന്നത്? The offsets are called short when they are less than അല്ലെ? ഷോർട്ട് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് അത് എത്രയിൽ കുറവാകുന്ന സമയത്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 20 മീറ്റർ, ഓപ്ഷൻ ബി 15 മീറ്റർ, ഓപ്ഷൻ സി 30 മീറ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലെ? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 15 മീറ്റർ ആണ് അല്ലെ? നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. ഇൻവെയർ ടാപ്പ് ഈസ് മേഡ് അപ്പ് ഓഫ് ആൻ അലോയ് ഓഫ്. ഇൻവെയർ ടാപ്പ് മേഡ് അപ്പ് ഓഫ് ആൻ അലോയ് ഓഫ് ഏതൊക്കെയാണ്? ഏത് രണ്ട് അലോയ്സിന്റെ മിക്സിംഗ് ആണ് എന്നുള്ളത് നോക്കുക. അപ്പം ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓപ്ഷൻ എ വരുന്നത് ലെഡ് 68%, നിക്കൽ 32%, ഓപ്ഷൻ ബി സ്റ്റീൽ 60%, നിക്കൽ 40%, ഓപ്ഷൻ സി സ്റ്റീൽ 64%, നിക്കൽ 36%, ഓപ്ഷൻ ഡി സ്റ്റീൽ 56%, നിക്കൽ 44% അല്ലേ? ഏതാണ് ആൻസർ വരുന്നത്? ഇൻവെയർ ടാപ്പ് ഈസ് മേഡ് അപ്പ് ഓഫ് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 16 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ? 64% സ്റ്റീലും നിക്കൽ 36% ആണ് ഉള്ളത് ഈ ഒരു ഇൻവെയർ ടാപ്പിൽ. അതുപോലെ തന്നെ ഇൻവെയർ ടാപ്പിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പ്രിസൈസ് മെഷർമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇൻവെയർ ടാപ്പ് ആണ് അല്ലേ? പ്രിസൈസ് മെഷർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇൻവെയർ ടാപ്പ് ആണ് എന്നുള്ളത്
ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇൻവെർട്ടർ ടാപ്പിന് ലീസ്റ്റ് ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി ആണല്ലേ ഉള്ളത്, അതും കൂടെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 17 എന്താണ്? A 50 meter tap is held 2.5 meter out of line. What is the true length? അല്ലെ. ഇപ്പൊ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഇതൊരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓപ്ഷൻ എ 49.74, ഓപ്ഷൻ ബി 49.84, ഓപ്ഷൻ സി 49.96, ഓപ്ഷൻ ഡി 50.04 അല്ലെ. അപ്പം ഇതിന്റെ ഓപ്ഷൻസ് ആണെങ്കിലും കുറച്ച് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മുടെ അടുത്ത് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് 50 meter tap is held 2.5 meter out of line ആണല്ലോ ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞിട്ടുള്ളത് 2.5 meter out of line ആണ്. വാട്ട് ഈസ് ദ ട്രൂ ലെങ്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ സ്ലോപ്പിന്റെ ഇക്വേഷൻ ആണല്ലോ യൂസ് ചെയ്യേണ്ടത്. സ്ലോപ്പ് കാണേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ് വരുന്നത്? -h²/2l ആണ് അല്ലെ ആൻസർ വരാം, ഓപ്ഷൻ വരാം. അപ്പൊ നമ്മൾ ഈ ഒരു സ്ലോപ്പ് കാണേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഇതാണ് വരുന്നത്. അപ്പൊ നമുക്ക് കറക്ഷൻ ഓഫ് അലൈൻമെന്റ് അല്ലെങ്കിൽ സ്ലോപ്പ് കാണേണ്ടിയിട്ട് നമുക്കിവിടെ ഓരോന്ന് തന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ. h²/-h²/2l ആണ് നമുക്ക് കറക്ഷൻ ഫോർ സ്ലോപ്പ് വരിക. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് h തന്നിട്ടുണ്ട് അല്ലെ. h എത്രയാണ് തന്നിട്ടുള്ളത്? h നമുക്ക് തന്നിട്ടുള്ളത് 2.5 ആണ് അല്ലെ. സോറി, h നമുക്ക് തന്നിട്ടുള്ളത് 2.5 ആണ്. 2.5 നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ഏതാണ് ഇവിടെ വേണ്ടത്? L ആണ് അല്ലെ. L നമുക്ക് ഇവിടെ 50 മീറ്റർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്ലോപ്പ് കാണാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ. അല്ലെങ്കിൽ കറക്ഷൻ കണ്ടിട്ട് നമുക്ക് -2.5 അല്ലെ, 2.5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 50 എന്ന് കിട്ടും അല്ലെ. അപ്പം ഇതിന്റെ ആൻസർ എത്രയാണ് വരിക? നമുക്ക് 2.5 സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് 2.5 × 2.5 അല്ലെ. 2.5 × 2.5 എന്ന് പറയുമ്പോൾ 6.25 കിട്ടും. അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ 2 × 50 അല്ലെ, 100 ആണല്ലേ വരിക. അപ്പൊ 6.25നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 6.25 ഡിവൈഡഡ് ബൈ 100 അല്ലെ. 100 ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ആണല്ലേ, 0 അങ്ങോട്ടേക്ക് മാറ്റിയാൽ മതി. 0.0625 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കറക്ഷൻ ആണല്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ട്രൂ ലെങ്ത് ആണ്. ട്രൂ ലെങ്ത് കാണാൻ നമ്മളപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു 50 മൈനസ് ഇതിന്റെ സാഗ്, കറക്ഷൻ ഫോർ സാഗ് എപ്പോഴും മൈനസ് ആണല്ലേ വരിക. അപ്പൊ 0.0625 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 50 - 0.0625 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 49.9375 എന്ന് കിട്ടും, അല്ലെങ്കിൽ 49.94 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്കിവിടെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഓപ്ഷനിൽ ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 49.74 ആണ്, ഓപ്ഷൻ ബി 49.84 ആണ്, ഓപ്ഷൻ സി 49.94 ആണ്, ഓപ്ഷൻ ഡി 50.04 ആണ് അല്ലെ. ആൻസർ വരുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 17 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, നോക്കി വെക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇന്റർമീഡിയറ്റ് പോയിന്റ് ഓൺ സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ ദ ടെർമിനൽ പോയിന്റ്സ് ഇൻ സർവേയിങ് ഈസ് ടേംഡ് ആസ് അല്ലെ. ഏതാണ് പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് വരുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ചെയിനിങ്, ഓപ്ഷൻ ബി റേഞ്ചിങ്, ഓപ്ഷൻ സി സ്റ്റെപ്പിംഗ്, ഓപ്ഷൻ ഡി ട്രാവേഴ്സിങ് അല്ലെ. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, റേഞ്ചിങ് ആണ് വരുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ചെയിൻ സർവേയിങ്ങിലെ ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ മതി. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓരോ സബ്ജക്റ്റ് വെച്ചിട്ടും നിങ്ങൾ കറക്റ്റ് പഠിച്ചു പോവുക. ഓരോ പോർഷൻസ് ആയിട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സർവേയിങ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെയിൻ സർവേയിങ്ങിലെ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നമ്മൾ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ആ ഒരു ടൈം ടേബിൾ പ്രകാരം കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടൈം ആകുമ്പോഴത്തേക്ക് പിന്നെ ഒരു എക്സാം എപ്പോൾ വന്നു കഴിഞ്ഞാലും
നമ്മൾ ഓക്കെ ആയിരിക്കില്ല, നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് തന്നെയായിരിക്കും. അപ്പം ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.